വെൽക്കം ടു സ്റ്റഡി വിൻ PSC ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ എക്സാം നടക്കുന്നത് ഈ വരുന്ന ജൂലൈ 4-നാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇത് 2023 നടന്ന പരീക്ഷയിലെ 20 ചോദ്യങ്ങളാണ്. ഈ ഒരു ചോദ്യപേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ വരുന്ന 50 ചോദ്യങ്ങളുടെ ക്ലാസ് ചാനലിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അതും കൂടെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവാണ്. ഓപ്ഷൻ എ വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി മുകളിൽ പറയുന്നവയെല്ലാം. 1, 2, 3. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങൾ: സ്റ്റാർവേഷൻ, സ്മോദറിങ്, കൂളിങ്. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായവ: സ്റ്റാർവേഷൻ, സ്മോദറിങ്, കൂളിങ്. ചുവടെ ചേർക്കുന്നവയിൽ മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണം ഏതാണ്? ഓപ്ഷൻ ബി വികിരണം, റേഡിയേഷൻ. ചുവടെ ചേർക്കുന്നവയിൽ മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണം ഏതാണ്? വികിരണം അഥവാ റേഡിയേഷൻ. മാധ്യമം ആവശ്യമില്ലാത്തത് വികിരണം. അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസുള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ലീനതാപം, ലേറ്റന്റ് ഹീറ്റ്. അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസുള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് പറയുന്നു, ലീനതാപം എന്ന് പറയുന്നു. ജ്വലന ത്രികോണം, ഫയർ ട്രയാങ്കിൾ പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 3, 4 മാത്രം. താപം, ഓക്സിജൻ, ഇന്ധനം. ജ്വലന ത്രികോണം, ഫയർ ട്രയാങ്കിൾ പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതൊക്കെയാണ്? താപം, ഓക്സിജൻ, ഇന്ധനം. അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ BC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവയെല്ലാം. 1, 2, 3, 4. സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈകാൽസ്യം ഫോസ്ഫേറ്റ്. അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ BC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതെല്ലാമാണ്? സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈകാൽസ്യം ഫോസ്ഫേറ്റ്. ഡ്രൈ ഐസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ സി ഖര കാർബൺ ഡൈ ഓക്സൈഡ്. ഡ്രൈ ഐസ് എന്നാൽ എന്താണ്? ഖര കാർബൺ ഡൈ ഓക്സൈഡ്. ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ ജ്വലന ഊഷ്മാവ്. ജ്വലന സ്രോതസ്സിൻ്റെ സഹായം ഇല്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരെന്താണ്? ജ്വലന ഊഷ്മാവ്. LPGയുടെ ഹാസ്കെം, ഹസാർഡിയസ് കെമിക്കൽ കോഡ് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി 2WE. LPGയുടെ ഹാസ്കെം അതായത് ഹസാർഡസ് കെമിക്കൽ കോഡ് താഴെ പറയുന്നവയിൽ ഏതാണ്? LPGയുടേത്
2WE. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ: ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. രക്തസ്രവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ. ഓപ്ഷൻ സി രണ്ടും ശരി, അതായത് എയും ബിയും ശരിയാണെന്ന്. വിശ്രമം ഉയർത്തുക. രക്തസ്രവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ: വിശ്രമം ഉയർത്തുക. ശ്വാസതടസ്സത്തിന്റെ കാരണം അല്ലാത്തതേത്? ഓപ്ഷൻ ബി രക്തം ഛർദ്ദിക്കുക. തടസ്സത്തിന്റെ കാരണം അല്ലാത്തത് രക്തം ഛർദ്ദിക്കുക എന്നുള്ളതാണ്. ഷോക്കിന്റെ രോഗലക്ഷണം അല്ലാത്തതേത്? ഓപ്ഷൻ ബി അപസ്മാരം. ഷോക്കിന്റെ രോഗലക്ഷണം അല്ലാത്തത് അപസ്മാരമാണ്. അണലിവിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻ എ രക്തക്കുഴലുകളെ. അണലിവിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു? രക്തക്കുഴലുകളെ. പെട്ടെന്നുള്ള മരണകാരണം. ഓപ്ഷൻ എ ഹൃദയാഘാതം. പെട്ടെന്നുള്ള മരണകാരണം ഹൃദയാഘാതമാണ് ഈ തന്നിരിക്കുന്നതിൽ. പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത്? ഓപ്ഷൻ സി നിലത്ത് ഉരുളുക. പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ എന്താണ്? നിലത്തുരുളുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യും? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യണം? ചുമയ്ക്കുക, പുറത്ത് തട്ടുക, വാരിയെല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്തു ചെയ്യണം? ചുമയ്ക്കുക, പുറത്ത് തട്ടുക, വാരിയെല്ലുകൾക്ക് താഴെ കൈകോർത്ത് പിടിക്കുക. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? ഓപ്ഷൻ സി നെഞ്ചിൽ നിന്ന് ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പടരുന്ന വേദന. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? നെഞ്ചിൽ നിന്ന് ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പടരുന്ന വേദന. പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിൽ ഫോണിന്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി. എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിരുന്നില്ല. ആ വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണ്? ഓപ്ഷൻ സി വകുപ്പ് 67B വിവരസാങ്കേതിക നിയമം 2000. പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിൽ ഫോണിന്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി. എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിരുന്നില്ല. ആ വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണ്? വകുപ്പ് 67B വിവരസാങ്കേതിക നിയമം 2000. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിന്റെ ഉടമയുടെ അനുമതി ഇല്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ഏത് കുറ്റം ചുമത്താവുന്നതാണ്? ഓപ്ഷൻ ബി വകുപ്പ് 66 കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ. കമ്പ്യൂട്ടറിന്റെ ഉടമയുടെ അനുമതി ഇല്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ഏത് കുറ്റം ചുമത്താവുന്നതാണ്? വകുപ്പ് 66 കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ടെലഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.